ആനമങ്ങാട് പൂരാഘോഷത്തിനിടെ ഉണ്ടായ ആക്രമണത്തിൽ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 4 യുവാക്കളെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. മാർച്ച് 2, 3 തീയതികളിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെയുണ്ടായ അക്രമത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലാണ് 4 യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. ആനമങ്ങാട് സ്വദേശികളായ ചോലയ്ക്കൽ ജയരാജ്, ചിറ്റോടിയിൽ ജിഷ്ണു, മങ്ങമ്പറ്റ കൃഷ്ണകുമാർ, കാറൽമണ്ണ സ്വദേശി മുക്കിൽ സുജിത് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 2, 3 തീയതികളിലാണ് കേസിനാസ്പദമായ സംഭവം. 2-ന് രാത്രി 8:30-യോടെ ക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ച് മുഴന്നമണ്ണ ദേശക്കാരുടെ വേലവരവിൽ പങ്കെടുത്തു വരുന്ന വഴി മുഴന്നമണ്ണ സ്വദേശി സ്വരൂപിനെ മർദ്ദിക്കുകയും ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. 3-ാം തീയതി രാത്രി 11 മണിയോടെ അക്ഷയ് കുമാറിനെയും സുഹൃത്തിനെയും തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായി പോലീസ് പറഞ്ഞു. അക്ഷയ് കുമാറിന്റെ തലയ്ക്ക് വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. പരിക്കേറ്റവരെ ആദ്യം പെരിന്തൽമണ്ണ ആശുപത്രിയിലും കൂടുതൽ ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അക്ഷയ് കുമാറിന്റെ തലയ്ക്ക് 15 തുന്നലുണ്ട്. സ്വരൂപിനും മാരകമായി പരിക്കേറ്റിരുന്നു. ആനമങ്ങാട് വേലക്കാരും മുഴന്നമണ്ണ ദേശവേലക്കാരും തമ്മിൽ മുൻപ് സംഘർഷമുണ്ടായതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതികൾ പരാതിക്കാരെ മർദ്ദിച്ച് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അക്ഷയ് കുമാർ, സ്വരൂപ് എന്നിവരുടെ പരാതി പ്രകാരം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 പേർക്ക് മാരകമായി പരിക്കേറ്റതിന്റെ ഗൗരവം കണക്കിലെടുത്ത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി MB ലത്തീഫ്, ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മുഖ്യപ്രതിയടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം നാട്ടിൽ നിന്ന് ഒളിവിൽ പോയ ജയരാജ്, ജിഷ്ണു എന്നിവരെ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. മറ്റു 2 പ്രതികളെ ആനമങ്ങാട് നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. മുഖ്യപ്രതി ജയരാജിന്റെ പേരിൽ പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ 5ഓളം കേസുകൾ നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.